എൻ്റെ മനസ്സിന് ഒരുപാട് വിഷമം വന്നു കേട്ടോ. കാരണം അനീത് പ്രാബ് എന്ന സിനിമ ഞാൻ ചെയ്യേണ്ടിരുന്ന സിനിമയാണ്. പിന്നെ എന്താ സംഭവിച്ചത്? നമ്മുടെ സമയം ദോഷം അവിടനേ തുടങ്ങിയതാണ് നമ്മുടെ സമയം ദോഷം. ആ അനീത് പ്രാബ് എന്ന സിനിമ ഞാൻ ചെയ്യേണ്ടിരുന്ന സിനിമയാണ്. ആണോ? എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ആ പടം പോയി. ഞാനും ഇത്രയും വർഷമായി. അപ്പം ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് ഞാൻ റീതിങ്ക് ചെയ്ത് ഞാനും 25 വർഷമായി, ഞാനും ഇത്രയും സീനിയറായി, ആ ലെവലിൽ നിൽക്കേണ്ട ഒരാളാണ്. സിനിമ എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്, ഒരു വരയാണ്. അല്ലാതെ ഞാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ദൈവം കൊണ്ടുതരുന്ന ഒരു അവസരമാണത് ശരിക്കും. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോഴാണോ തന്തൂർ ചില്ലീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് തിരിയാന്ന് തീരുമാനിച്ചത്? ആ സമയത്തൊന്നും സിനിമയ്ക്ക് എൻ്റെ ആ സിനിമകൾ കഴിഞ്ഞ സമയത്തൊന്നും ചെറുപ്പക്കാർക്ക് അവസരങ്ങളില്ലായിരുന്നു. അപ്പം ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ BA ആണ് പഠിച്ചത് തന്നെ. ഞാൻ പിന്നെ ജോലിക്ക് പോയി ഡൽഹിയിലും. അവിടെ കുറേ നാളിരുന്ന് ജോലി ചെയ്ത് അവസാനം എനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഒന്ന് മെച്ചപ്പെടുത്തിയെടുത്തു. അതെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ബാലൻസ് കിട്ടി. അല്ലെങ്കിൽ തെണ്ടിപ്പോയനെ ഞാൻ ശരിക്കും. കാരണം നമുക്ക് അന്നത്തെ കാലത്ത് വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് കയറി പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ റെമ്യൂണറേഷന് വേണ്ടിയിട്ട് ഇപ്പോഴും ബാർഗൈൻ ചെയ്യേണ്ടി വരാറുണ്ടോ? ഇല്ല, നമ്മൾ ചോദിച്ച കാശ് തരാറുണ്ട് സിനിമക്കാർ. നമ്മൾ ഒരുപാട് കടമ്പിടുത്തം പിടിക്കാറില്ല. ബാർഗൈൻ ചെയ്യേണ്ട റെമ്യൂണറേഷൻ നമ്മൾ പറയാറായിട്ടില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മറുപടി പറയുക? വേദനിപ്പിക്കുന്ന ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ സിനിമയിൽ നമ്മൾ ആരും മസ്റ്റ് അല്ല. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ കൃഷ്ണ ചെയ്യേണ്ട വേഷം തന്നെ ചെയ്യണമെന്നില്ല. ഒരുപാട് കൃഷ്ണയ്ക്ക് സമയമില്ലെങ്കിൽ അടുത്ത ആള്. അപ്പൊ അങ്ങനെ 2-3 പടങ്ങള് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, നമ്മൾ വെയിറ്റ് ചെയ്യും. അവസാനം നമ്മൾ അറിയുന്നത് ആ ആർട്ടിസ്റ്റിനെ മാറ്റിയിട്ടുണ്ടാവും. കാരണം നമ്മളെക്കാട്ടിലും വലിയൊരു ആള് വന്നിട്ടുണ്ടാകും. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ ലോജിക്ക് എന്താണ്? ആ സിനിമ കൊണ്ട് അദ്ദേഹത്തിന് കാശ് ഉണ്ടാക്കണം. നമ്മളിപ്പോ വാൻ ഹുസൈൻ എന്നുള്ള ഷർട്ടും ലൂയി ഫിലിപ്പി എന്നുള്ള ഷർട്ടും ഈ ലോക്കൽ ഷർട്ടിനും വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാവർക്കും വാൻ ഹുസൈൻ മതി എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ കയറി വരില്ല. പക്ഷെ എല്ലാം നമുക്കൊരു സമയം നല്ലതാണ്, ഇതെല്ലാം കയറി വരും. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി, അനിയത്തി പ്രാവില് പിന്നെ എന്താ സംഭവിച്ചത്? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ എന്തോ അവിടെ ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു. അപ്പോഴേക്കും ആണ് പെട്ടെന്ന് കയറിപ്പോയത് പുള്ളി. അപ്പൊ ആ സമയം നമ്മുടെ സമയം ദോഷം അവിടനേ തുടങ്ങിയതാണ് നമ്മുടെ സമയദോഷം. പക്ഷെ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. കാരണം സമയദോഷം നിലനിന്ന് പോകുന്നുണ്ട്, മാറിയിട്ടില്ല. ചേട്ടാ എല്ലാരോടും എന്നെ പിടിച്ച് അടിക്കുമല്ലോ. ഒരാള് ദുരിതം പറയുന്നത് കേട്ടിട്ട് ചിരിക്കാണോ പെണ്ണെ? അല്ലല്ല, നമ്മൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുത്തു. കാരണം നമ്മുടെ വിഷമങ്ങൾ നമ്മളിങ്ങനെ താടിയും നമ്മൾ സമയം കളയരുത്. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല.